പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇലക്ഷൻ ഒരു ദിവസം മുന്നേ ഉണ്ടായ ഒരു അനുഭവം, ഇത് എല്ലാ ജനങ്ങൾക്കും ഉണ്ടായ അനുഭവമാണ്. പ്രത്യേകിച്ച് ഇതിൽ പുതുമയൊന്നുമില്ല എങ്കിലും ജനങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജനങ്ങൾ ഇത്രയും അടിമകളായി തുടരുന്നതിന് പകരം ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉള്ളൊരു സ്പേസാണ് ഇവിടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം എന്നുള്ളതാണല്ലോ. അപ്പോൾ കലാശക്കൊട്ടിന് തൃശ്ശൂർ ടൗണിൽ കണ്ട കാഴ്ചകളാണിത്. എല്ലാ ബസ്സുകളും സ്റ്റോപ്പ് ചെയ്യുന്നു. തൃശ്ശൂർ റൗണ്ട് മുഴുവൻ കാലിയാക്കിയിടുന്നു. ടൂ വീലർ പോലും ഡയറക്റ്റ് MG റോഡ് വഴിയൊന്നും ഒരു വാഹനവും റൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാതെ റൗണ്ട് മുഴുവൻ ഇതുപോലെ കാലിയായിട്ടാണ് കാണുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും റൗണ്ടിലേക്ക് എത്തിപ്പെടുന്ന വാഹനങ്ങളാകട്ടെ റൗണ്ടിലൂടെ ഒന്ന് ചുറ്റിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവുകയും വേണം. ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ഈ രാഷ്ട്രീയക്കാരുടെ കലാശക്കൊട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ എതിർത്ത് സംസാരിക്കുന്നതല്ല, പക്ഷേ ഈ കലാശക്കൊട്ട് നിങ്ങൾ ഈ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ചെയ്തിട്ട് ഈ ജനങ്ങൾ ഒരക്ഷരം മിണ്ടാതെ വെറും കഴുതകളെപ്പോലെ ഇതെല്ലാം അനുഭവിച്ച് പോയിട്ട് പിറ്റേ ദിവസം ഇതേ ജനങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ബ്ലോക്ക്, തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും കനത്ത ബ്ലോക്കിലായിരുന്നു കിടന്നിരുന്നത്. തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഏരിയയിലേക്ക് നമ്മൾ ടൂ വീലർ വഴി യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഈ വടക്കേ സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപ് പോലീസ് കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. കൈ കാണിച്ച് ഇടത്തോട്ട് പോകണം, വടക്കേ സ്റ്റാൻഡിലേക്ക് ഇറങ്ങണം. ഈ ഇറങ്ങുന്നിടത്ത് വീണ്ടും വലതുവശത്ത് പോലീസ് വണ്ടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിലൊക്കെ. വലതുവശത്ത് വണ്ടി കാണാൻ പറ്റും. അതിലൂടെ ഇങ്ങോട്ട് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ബസ്സുകൾ മുഴുവൻ അടിഞ്ഞ് വൻ ബ്ലോക്കായി. വരുന്ന ബസ്സുകൾ മുഴുവൻ കോഴിക്കോട് ഭാഗത്ത് നിന്ന്, അതുപോലെ കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾ അടിഞ്ഞുകൂടി ഇവിടെ വൻ ബ്ലോക്ക്. ഈ സമയത്ത് റൗണ്ടിൽ യഥേഷ്ടം കലാശക്കൊട്ട്, രാഷ്ട്രീയക്കാരുടെ കോമാളിത്തരങ്ങൾ, വെടിക്കെട്ട്, അത് ഇതെന്ന് പറഞ്ഞ് വലിയ അഭ്യാസം. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങളെ ഇങ്ങനെ കഴുതുകളാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിയാസം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഈ ജനങ്ങൾ തന്നെയല്ലേ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്? ഇത്രയും മിണ്ടാൻ കെൽപ്പില്ലാതെ അല്ലെങ്കിൽ മിണ്ടാൻ പേടിച്ചിട്ട് ഭയന്നിട്ടാണ് ജനങ്ങളൊന്നും പ്രതികരിക്കാത്തത്. എത്ര ജനങ്ങളെയാണ് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത്? ഒരു കലാശക്കൊട്ടിൻ്റെ പേരിൽ എത്ര ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? 1-2 മണിക്കൂറാണോ? എത്രയോ മണിക്കൂറുകൾ, ഏകദേശം ഉച്ച മുതൽ ഒരു 6-6:30 വരെ പോകുന്ന ഒരു നിയന്ത്രണമാണ്. 3 മണി മുതൽ 6-6:30-7 മണി വരെ എന്നൊക്കെ പറയുമ്പോൾ 4 മണിക്കൂറോളം തൃശ്ശൂർ നഗരം, എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും, തൃശ്ശൂർ നഗരം സ്തംഭിച്ച് ഈ റൗണ്ടിലൂടെ ജനങ്ങൾക്ക് വണ്ടി പ്രവേശിപ്പിക്കാൻ പറ്റാതെ എത്രയോ സ്ത്രീകൾ, ജോലി കഴിഞ്ഞിറങ്ങുന്നവരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ബസ് കിട്ടാൻ ഒരു സ്ഥലവും ഒന്നും അറിയില്ല. ഒരു മുന്നറിയിപ്പ് പത്രത്തിലൂടെ കൊടുത്താൽ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞുകൊള്ളുന്നുണ്ടോ? നിങ്ങൾ ഈ കാണിക്കുന്ന തെമ്മാടിത്തരം, എന്നിട്ട് നിങ്ങൾ തന്നെ ഇവരുടെ വോട്ട് ചോദിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് ഈ കലാശക്കൊട്ടെന്ന് പറയുന്ന ഈ ആഭാസത്തരം, ഈ കാശ് പൊടിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തണമെന്നാണ് റിക്വസ്റ്റ് വയ്ക്കുകയാണ്, ഒരു റിക്വസ്റ്റായിട്ട് പറയുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇത്രയും കാശ് പൊടിച്ചത്? ഈ കാശ് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊടുത്തുകൂടെ? എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ അവർക്കൊക്കെ. ഈ പറയുന്നത് എതിർക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവുമെന്ന് പറയാം. കാരണം രാഷ്ട്രീയപരമായ അടിമത്തം ബാധിച്ചിരിക്കുന്നു മിക്ക ജനങ്ങളെയും. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല. പലർക്കും പേടിയാണ്. മിണ്ടാൻ വിചാരിക്കുന്നവർക്ക് പേടിയാണ്, മിണ്ടില്ല. ഒരുപാട് പേർ പരസ്പരം പറഞ്ഞു പോകുന്നത് കണ്ടു, എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത് എന്ന്. പക്ഷേ ആർക്കും നേരിട്ട് പറയാൻ ധൈര്യമില്ല. നമ്മുടെ വാർത്താ ചാനലിലൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ആർക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയിട്ടും കാര്യമില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന കലാശക്കൊട്ട് എന്ന് പറയുന്നത് വൻ തെമ്മാടിത്തരമാണ്, വൻ ആഭാസത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ജനങ്ങളുടെ വോട്ട് വേണം എന്ന് പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് നിങ്ങൾ കൈകൂപ്പി തൊഴുമ്പോൾ ഇത്തരം പരിപാടികളിലൂടെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയെങ്കിലും ഒരു മര്യാദ ഇനിയെങ്കിലും ഉണ്ടാകണം. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക്